ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്. ഈ മാസം 12-നാണ് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനു കൂടി കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF-ന്റെ 2ാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2ാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനി മരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീ ഫുഡ് എക്സ്പോ ഭാരത് 2026ന്റെ ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ, ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.